ഗൈസ്, കയ്യിനൊരു റിസ്റ്റ് ഇഞ്ചുറി കിട്ടി. ഒരാഴ്ചയായിട്ട് ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ റെസ്റ്റ് ആയിരുന്നു ഒരാഴ്ചയായിട്ട്. ഈ ഇഞ്ചുറി കാരണം ജിമ്മിൽ പോയി 1 വീക്കായിട്ട് പോയിട്ടില്ല. ഓഫ് കോഴ്സ് ഇതുപോലത്തെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും റെസ്റ്റ് എടുക്കണം, കാരണം അത് റിക്കവർ ആയി വരാൻ നല്ലപോലെ ടൈം എടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഏതെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകാണ്ടിരിക്കുമ്പോൾ അതൊരുമാതിരി വേറെ ഒരു ഫ്രസ്ട്രേഷൻ പോലെ തന്നെയാണ്. ഫൈനലി ആഫ്റ്റർ 1 വീക്ക് ഞാൻ ജിമ്മിന് പോകാൻ നോക്കുകയാണ്. ഫുള്ളായിട്ട് റിക്കവർ ഒന്നും ആയിട്ടില്ല, ഒരു 70% ഒക്കെ റിക്കവർ ആയിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ചെറിയൊരു ഡിസ്കംഫർട്ട് പോലെ ഉണ്ടാവും. ഞാൻ എന്തിനാ ഇതുപോലെ ഇഞ്ചുറി പറ്റിയിട്ട് ജിമ്മിൽ വീണ്ടും പോകാൻ പുഷ് ചെയ്യണമെന്നറിയോ? എന്നെ കൊണ്ട് തന്നെ. കാരണം ഞാൻ ഫോളോ ചെയ്യണ ആൾക്കാർ, അവർക്ക് ഇതുപോലെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ വർക്കിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്ത് പോയിട്ടില്ല. സോ എനിക്കത് എന്തായാലും ഫോളോ ചെയ്യണം. ഞാൻ ഫോളോ ചെയ്യണ ആൾക്കാരായിക്കോട്ടെ, ലൈക്ക് ഇപ്പോൾ റൊണാൾഡോ കാർ ആക്സിഡന്റ് പറ്റി നെക്സ്റ്റ് പ്രാക്ടീസ് സെഷനിൽ റൊണാൾഡോ അവിടെ എത്തി. അതുപോലെ വിരാട് കോഹ്ലി ഇതുപോലെ വൃസ്റ്റിന് 8 സ്റ്റിച്ച് ഉണ്ടായിട്ട് പോലും ഇവന്റ് ഓൺ ടു സ്കോർ എ സെഞ്ചുറി. സോ ഇതെപ്പോഴും എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ വായിക്കാണ്ടായി. സോ ഇത് എന്തായാലും എൻ്റെ മൈൻഡിന് ഒരു ഡിസ്റ്റർബിങ് ഫാക്ടർ തന്നെയാണ്, പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഇഞ്ചുറിക്ക് പറ്റിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹാപ്പി ലിഫ്റ്റിംഗ്.